എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരുപാട് മാറി. ഇന്ന് ഒരുപാട് ഉയരങ്ങളിലാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുവന്ന ബാക്കിയുള്ള പ്രധാനമന്ത്രിമാരെ പോലെയല്ല അദ്ദേഹം. അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹം വളരെ സൈലൻ്റ് ആണ്. അദ്ദേഹം സൈലൻ്റ് ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സൈലൻസ് വരെ ശത്രുക്കൾ ഭയക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു ന്യൂസ്. അമേരിക്ക താരിഫ് കുറച്ചിരിക്കുകയാണ്. അതെ, അമേരിക്ക ഇന്ത്യയിൽ മേൽ ചുമത്തിയ താരിഫ് 50% നിന്നും വെറും 18% കുറച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത്രയുമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വച്ച് ഇപ്പോൾ ഏറ്റവും കുറവ് താരിഫ് ചുമത്തിയിട്ടുള്ളത് US ചുമത്തിയിട്ടുള്ളത് വെറും ഇന്ത്യക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കൂടുതലാണ്. ഇന്ത്യക്ക് മാത്രമാണ് ഇത്രയും കുറച്ചത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നതാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും മോദിയുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പണ്ടൊക്കെയാണ് യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ യുദ്ധത്തിന് ആയുധം കൊണ്ട് മറുപടി പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് തന്ത്രപരമായും ബുദ്ധിപരമായുമുള്ള നീക്കങ്ങളിലൂടെയാണ് മോദി അല്ലെങ്കിൽ മോദിയുടെ ഡിപ്ലോമസി നയതന്ത്ര വിജയം നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. US പടിപ്പടിയായിട്ട് ഓരോരോ കിറുക്ക്, അതായത് ചെവിയിൽ പിടിച്ച് കിറുക്കുന്നത് പോലെ ഓരോരോ കിഴക്ക് കൊടുത്താണ് ഇപ്പം അവസാനം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ കീഴിൽ വന്ന് താരിഫ് കുറയ്ക്കേണ്ടി വന്നത്. ഇതിനെല്ലാം കാരണം നരേന്ദ്രമോദിയുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് നോക്കാം നരേന്ദ്രമോദി എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായി നരേന്ദ്രമോദി ചെയ്തത്, ഈ ട്രംപ് താരിഫ് കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി പേടിച്ച് അല്ലെങ്കിൽ ട്രംപിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ല. പകരം അദ്ദേഹം സൈലൻ്റായിട്ട് നിന്ന് ട്രംപിന് അമേരിക്കയെ അധികം വേദനിപ്പിക്കാനും പാടില്ല, പക്ഷെ ട്രംപിന് മറുപടിയും കൊടുക്കണം. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് പടിപടിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ആദ്യം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു. അതിനുശേഷം പുതിയ അമേരിക്കയുമായി നല്ല രീതിയിൽ ബന്ധമില്ലാത്ത രാജ്യങ്ങളുമായി ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിച്ച് വന്നപ്പം തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യ നമ്മൾ വിചാരിച്ചത് പോലെയല്ല. അവരെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഉറപ്പായും പണി കിട്ടും എന്നുള്ളത് ഏകദേശം മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ താരിഫ് കുറയ്ക്കാൻ തീരുമാനിച്ചതും ഇന്ത്യയെ വീണ്ടും ശത്രു സ്ഥാനത്ത് നിന്ന് മാറ്റി തൻ്റെ മിത്രസ്ഥാനത്തോട് ട്രംപ് കൊണ്ടുവന്നതും. ഇവിടെ നരേന്ദ്രമോദിയുടെ ടീമും നരേന്ദ്രമോദിയും നയതന്ത്രപരമായി ഒരു കിടിലൻ മൂവ് നടത്തിയാണ് ഇത് സാധിച്ചെടുത്തത് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് അഭിമാനമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി.